ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി മല്ലു ഗീക്ക്. ഇന്ന് വീണ്ടും ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ പുതിയ ഒരു ഏസൂസിൻ്റെ ഫോൺ അൺബോക്സ് ചെയ്യുമെന്ന്. ആ ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇന്ന് അൺബോക്സ് ചെയ്യുന്ന ഫോണാണ് ഏസൂസിൻ്റെ ROG Phone 2. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് ഏസൂസിൻ്റെ ഹൈ എൻഡ് ഗെയിമിംഗ് സ്മാർട്ട് ഫോണാണ്. ഹൈ എൻഡ് സ്പെസിഫിക്കേഷൻസും എല്ലാ ടോപ്പ് എൻഡ് സ്പെസിഫിക്കേഷനും ഇതിലുണ്ട്. അപ്പം ഈ ഫോണാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇത് റീറ്റെയിൽ ബോക്സ് അല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്കിത് ഏസൂസ് അയച്ചു തന്നിരിക്കുന്നതാണ്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നില്ല ഇത് റീറ്റെയിൽ ബോക്സ് ആയിരിക്കുമെന്ന്. നമ്മൾ കിട്ടിയിരിക്കുന്ന വെർഷൻ എന്ന് വെച്ചാൽ ബേസ് വേരിയൻ്റ് ആണ്. 8GB റാമും 128GB സ്റ്റോറേജുമുള്ള വെർഷനാണിത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ ബോക്സ് കുറച്ച് ഒരു നോർമൽ ലുക്കിംഗ് ഒരു ബോക്സാണ്. അപ്പോൾ ഇതല്ലാതെ വേറൊരു ബോക്സും ഉണ്ട്, കുറച്ചുകൂടെ ഒരു ഫാൻസി ആയിട്ടുള്ള ബോക്സ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് ഹയർ എൻഡ് വേരിയൻറ്റ്സിലായിരിക്കും ആ ബോക്സ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഫോൺ അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഓൾറെഡി സീൽ ചെയ്ത ബോക്സ് അല്ലായിരുന്നു, പക്ഷേ ആ ഫോൺ ഇതുവരെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടില്ല. എന്തായാലും നമുക്ക് കണ്ടേക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു ROG ബ്രാൻഡിങ് ഉള്ള ഒരു ചെറിയ കവറുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം. ഒരു കേസ് ഉണ്ട്, പക്ഷേ ഇത് നമ്മളെ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു കേസ് അല്ല. നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ROG ഫോണിന് അതിൻ്റെ ആ ഡിസൈൻ ലാംഗ്വേജിന് മാച്ച് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കേസാണ്. ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റാം. പിന്നെ നമുക്ക് കിട്ടുന്നത് ഇത് കുറച്ച് IMEI അത് ബാക്കി ഡീറ്റെയിൽസുള്ള കുറച്ച് സ്റ്റിക്കേഴ്സാണ്. ഇതല്ലാതെ ഈ ബോക്സിനുള്ളിൽ നമുക്ക് ഫോണുണ്ട്. അപ്പോൾ ഫോൺ ഞാനെടുത്ത് സൈഡിലേക്ക് മാറ്റാം. ഇനിയും സംഭവങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ബാക്കി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചാർജറും ചാർജിങ് കേബിളും. ഇത് റീറ്റെയിൽ ബോക്സ് അല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇതിനകത്ത് സിം ഇജക്ടർ ടൂൾ എന്തോ കാരണവശാൽ അവർ കൊടുത്തിട്ടില്ല. അപ്പോൾ റീറ്റെയിൽ ബോക്സിൽ നമുക്ക് സിം ഇജക്ടർ ടൂളും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ചാർജർ. ഇതൊരു 30 വാട്ട് ചാർജറാണ്. പിന്നെ ഇത് ഇന്ത്യൻ വെർഷൻ അല്ലാത്തതുകൊണ്ടാണ് അവർ ഈ കൺവേർട്ടർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ കിട്ടിയിരിക്കുന്ന റിവ്യൂ യൂണിറ്റ് ചൈനീസ് യൂണിറ്റ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതാണ് അവർ അഡാപ്റ്റർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 30 വാട്ട് ക്വിക്ക് ചാർജ് 4.2 ചാർജറാണിത്. എന്തായാലും നമ്മൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫോൺ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ROG Phone 2. മാക്സിമം സ്പെസിഫിക്കേഷൻസും എല്ലാ ഹൈ എൻഡ് സ്പെസിഫിക്കേഷൻസും ഉള്ള ഫോണാണ്. അപ്പം സ്നാപ്ഡ്രാഗൺ 855+ ആണ് നമ്മുടെ പ്രോസസ്സർ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് നിങ്ങൾ നോർമൽ സ്നാപ്ഡ്രാഗൺ Qualcomm Snapdragon 855 വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ സ്പീഡ് ഓവർക്ലോക്ക്ഡ് ആണ്. അപ്പോൾ മെയിൻ വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈം 8 കോർ CPU ആണല്ലോ. നമ്മുടെ സ്നാപ്ഡ്രാഗൺ 855 യൂസ് ചെയ്യുന്നത് ഒരു ഒക്ടാ കോർ CPU ആണ്. അതിൽ ഒരു ഹൈ എൻഡ് കോർ ക്രയോ 485 ഗോൾഡ് കോറ് ഇത് അവർ കുറച്ച് ഓവർക്ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോർമൽ സ്നാപ്ഡ്രാഗൺ 855 റൺ ചെയ്യുന്നത് 2.84 GHz സ്നാപ്ഡ്രാഗൺ 855+ അത് ഓവർക്ലോക്ക് ചെയ്ത് 2.96 GHz അവർ അതിന് ഓവർക്ലോക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ഒരു 4.2% സ്പീഡ് ഇൻക്രീസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതല്ലാതെ മേജർ ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ GPUയിലാണ്. അപ്പോൾ നമുക്ക് നോർമൽ Adreno 640 GPU തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ക്ലോക്ക് സ്പീഡ് അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോർമൽ Adreno 640 GPUയിൽ 585 MHz ഓടുന്നെങ്കിൽ നമുക്ക് ROG ഫോണിൽ സ്നാപ്ഡ്രാഗൺ 855+ ഉള്ള ഫോണിൽ 672 MHz GPU റൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 15% ഇൻക്രീസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതല്ലാതെ ഇന്ന് ഞാൻ ഫോണിൻ്റെ ഒരു ഡിസൈൻ ഓവർവ്യൂ പറയാം. ഭയങ്കര ഒരു ക്രേസി ലുക്കിംഗ് ഫോണാണ്. ഇവിടെ നമ്മുടെ RGB ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ കൂളിംഗ് വെൻസ് ഒക്കെയാണ്. ഡുവൽ ക്യാമറ സെറ്റപ്പാണ് നമുക്ക് കിട്ടുന്നത്. താഴെ നമ്മുടെ നോർമൽ ടൈപ്പ് C USB കേബിളുണ്ട്. ഒരു 3.5mm ജാക്കുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതിന് 4 മൈക്രോഫോൺസാണ് ഏസൂസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് 4 മൈക്രോഫോൺ. അപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കാൻ വേണ്ടി 4 മൈക്രോഫോൺ ഉണ്ട്. പിന്നെ ഒരു ലാർജ് ഡിസ്പ്ലേ ആണ്. 6.59 ഇഞ്ച് AMOLED 10-bit HDR സപ്പോർട്ടുള്ള ഒരു പാനലാണ്. 600 നിറ്റ്സ് ബ്രൈറ്റ്നെസ് ഉണ്ട്. പിന്നെ കളർ അക്യുറേറ്റ് ഡിസ്പ്ലേ ആണ്. DCI P3 ഫുൾ എനിക്ക് തോന്നുന്ന 104% കവറേജ് ഉണ്ട്. പിന്നെ Δe വാല്യൂ ഭയങ്കര കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് Δe വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ആണെങ്കിൽ ഞാൻ
അതിനെ ആസ്വദിച്ച് ഞാൻ ചെയ്യാം. എന്തായാലും പിന്നെ ഇത് ഒരു 120 ഹെർട്സ് ഡിസ്പ്ലേ ആണ്. അപ്പം നമ്മുടെ OnePlus 7 സീരീസിനെ പോലെ 90 ഹെർട്സിനേക്കാളും ഫാസ്റ്റർ ആയിട്ടുള്ള റിഫ്രഷ് റേറ്റുള്ള 120 ഹെർട്സ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ എനിക്ക് തോന്നുന്ന ഒരു എക്സ്ട്രാ പോർട്ടുണ്ട്, അത് ഞാൻ തുറന്ന് കാണിക്കാം. അപ്പം ഇവിടെ ഞാനിപ്പോൾ ആ റബ്ബർ കേസിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഒരു പോർട്ടുണ്ട്. അവിടെ അത് യൂസ് ചെയ്ത് നമുക്ക് ആക്സസറീസ് കണക്ട് ചെയ്യാവുന്നതാണ്. ഇല്ല, എന്തായാലും നമ്മൾ ഫോൺ എടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടപ്പ് സ്ക്രീൻ നമ്മൾ കണ്ട് ഒരു ROG ഒരു ഗെയിമിംഗ് ഫോണിൻ്റെ ഒരു ടിപ്പിക്കൽ നമുക്കൊരു ആനിമേഷനൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഇതെല്ലാം നമുക്ക് സെറ്റപ്പ് ചെയ്യാം. എയർ ട്രിഗർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇതിൻ്റെ അത്. അപ്പോൾ നമ്മൾ ഇത് ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് നമ്മൾ ലാൻഡ്സ്കേപ്പ് മോഡിൽ ഗെയിം കളിക്കുമ്പോൾ എയർ ട്രിഗർ ഉപയോഗിച്ച് നമുക്ക് PUBG കളിക്കുകയാണെങ്കിൽ നമുക്ക് കോൺഫിഗർ ചെയ്ത് ബട്ടൺസ് ഇവിടെ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഭാഗം യൂസ് ചെയ്ത് നമുക്ക് എയർ ട്രിഗർ ഫീച്ചർ യൂസ് ചെയ്ത് നമ്മൾ നോർമലി നമ്മൾ PUBG കളിക്കുമ്പോൾ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ ഓൺ സ്ക്രീൻ തന്നെ ആയിരിക്കും. പക്ഷേ എയർ ട്രിഗർ വെച്ച് നമുക്ക് അത് സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ടാപ്പ് ചെയ്ത് നമുക്ക് ഷൂട്ട് ചെയ്യാം. പല കൺട്രോൾ ഓപ്ഷൻസും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തായാലും ഇത് ഞാനിപ്പോൾ സെറ്റപ്പ് ചെയ്യുന്നില്ല. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഇതിലെ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഏത് തീമാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പം ഇപ്പോൾ ഇത് നോർമലി ബൈ ഡീഫോൾട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ROG തീമാണ്. അതല്ലാതെ നമുക്ക് ക്ലാസിക് തീം ASUSൻ്റെ Zen UI ഉള്ള ക്ലാസിക് തീം നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് ഞാനിപ്പോൾ ROG തീമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ആ സിം സെലക്ട് ചെയ്ത് നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. അപ്പം സെറ്റപ്പ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഹോം സ്ക്രീൻ. എന്തായാലും നമുക്ക് സെറ്റിങ്സിൽ പോയി നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സെറ്റിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസ്പ്ലേ സെറ്റിങ്സിൽ പോയി ഇപ്പം റിഫ്രഷ് റേറ്റ് 60 ഹെർട്സിലാണ് ഇപ്പം ബൈ ഡിഫോൾട്ട് ഇരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇവിടെ കാണാൻ പറ്റും 60 ഹെർട്സ്, 90 ഹെർട്സും 120 ഹെർട്സും നമുക്കിവിടെ ഓപ്ഷൻ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പായ 120 ഹെർട്സിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്തപ്പോഴേ എനിക്ക് വ്യത്യാസം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ഫാസ്റ്റായിട്ട് എനിക്ക് അറിയാലോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന്. കാരണം ഈ വീഡിയോ റെക്കോർഡ് ആകുന്നത് 30 FPS-ലാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് വീഡിയോയിൽ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വേറെ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ സിസ്റ്റം കളർ സ്കീമാണ്. ഡാർക്ക് തീമുണ്ട്, ലൈറ്റ് തീമും നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റോറേജിലേക്കൊന്ന് പോയി നോക്കാം. ഇത് നോർമൽ 128 GB വേർഷനാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 18.15 GB ഓൾറെഡി യൂസ്ഡ് ആണ്. അപ്പോൾ ഇനി നമുക്ക് 110 GB മാത്രമേ ഇനി നമുക്ക് ബാക്കിയുള്ളൂ. മെമ്മറി ഓപ്ഷൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ 2.5 GB ഓഫ് മെമ്മറിയാണ് നമുക്കിപ്പം യൂസിലായിരിക്കുന്നത്. പിന്നെ 7.9 GB ആണ് ടോട്ടൽ റാം. പിന്നെ ഫ്രീ ആയിട്ട് 5.3 GB ഓഫ് റാം നമുക്കുള്ളതാണ്. ഇനി നമുക്ക് സിസ്റ്റമിലേക്ക് പോയി നമുക്ക് ഇതിൻ്റെ ആൻഡ്രോയിഡ് വേർഷനും ബാക്കിയുള്ള ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. അബൌട്ട് ഫോണിൽ നമുക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ROG ഫോൺ 2 ആൻഡ്രോയിഡ് വെർഷൻ 9 ആണ്. പിന്നെ ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. നമ്മൾ റിയറിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമുക്കൊരു ഡുവൽ ക്യാമറ സെറ്റപ്പ്, ട്വിൻ LED ഫ്ലാഷുമുള്ള ഡുവൽ ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ബാക്കിൽ കിട്ടുന്നത്. സോണിയുടെ 48 MP ക്യാമറയാണ്. IMX586 ഫ്ലാഗ്ഷിപ്പ് ക്ലാസ് സെൻസർ തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ സെക്കൻഡറി ക്യാമറ എന്ന് വെച്ചാൽ 13 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിന് ഫേസ് ഡിറ്റക്ഷൻ, ഓട്ടോ ഫോക്കസ് സപ്പോർട്ടൊക്കെ ഉണ്ട്. ഫ്രണ്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 24 MP ഫ്രണ്ട് ഫേസിങ് ക്യാമറയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ക്യാമറ ഇതിൽ നല്ല ഫ്ലാഗ്ഷിപ്പ് ഗ്രേഡ് ക്യാമറാസ് ആണെങ്കിലും ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഇമേജസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്തായാലും ബാക്കി എല്ലാ സ്പെസിഫിക്കേഷനും നമ്മളിത് കവർ ചെയ്യുന്നുണ്ടെങ്കിലും ക്യാമറയിൽ കുറച്ച് നമുക്ക് പിന്നോട്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. പിന്നെ നോർമൽ സ്ലോ മോഷൻ മോഡൊക്കെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് ക്യാമറ UI ഒന്ന് തുറന്ന് നോക്കിയേക്കാം. ഇതാണ് നമ്മുടെ മെയിൻ ക്യാമറ UI. ഇത് നമുക്ക് കാണാൻ പറ്റും ബൈ ഡിഫോൾട്ട് തന്നെ ഫോട്ടോ മോഡിലാണ്. സെറ്റിങ്സിൽ പോയാൽ നമുക്കിവിടെ ക്യാമറ റെസൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇത് കാണാൻ പറ്റും, ഇത് നമ്മുടെ Zen UIയുടെ സെയിം UI ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ 48 MP ഓപ്ഷൻ ഉണ്ട്. 12 MP 9 MB നമുക്ക് എടുക്കാം. ഇപ്പോൾ ക്യാൻസൽ ചെയ്തിട്ട് വീഡിയോ ഓപ്ഷൻസൊക്കെ നമുക്ക് നോക്കാം. ബാക്കിൽ പോയി വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ സെറ്റിങ്സ് കാണാം. വീഡിയോ ക്വാളിറ്റി ഇപ്പം
ഫുൾ എച്ച് ഡിയിലാണ്. പിന്നെ ഫുൾ എച്ച് ഡി 60 FPS ഉണ്ട്, 4K ഉണ്ട്, പിന്നെ 4K 60 FPS സപ്പോർട്ടും നമുക്ക് ROG ഫോണിൽ കിട്ടും. ഇവിടെ നമുക്ക് വീഡിയോ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യാം, എൻകോഡിങ് ഫോർമാറ്റ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ബാക്കി നോർമൽ ക്യാമറ ഓപ്ഷൻസ് ഒക്കെ തന്നെയാണ് ഇതിലുള്ളത്. എക്സെപ്ഷൻ ആയിട്ടൊന്നും നമുക്ക് പറയാനില്ല. മോഷൻ ട്രാക്കിംഗ് ഉണ്ട്, അപ്പോൾ ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റും. സ്ലോ മോഷൻ ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 480 FPS നമുക്ക് 720p വീഡിയോ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഫുൾ എച്ച് ഡിയിൽ 120 FPS സ്ലോ മോഷൻ ഈ ഓപ്ഷനാണ്. പിന്നെ ടൈം ലാപ്സ് മോഡുണ്ട്. ടൈം ലാപ്സ് മോഡിൽ നമുക്ക് അൾട്രാ വൈഡ് ആംഗിളിൽ നമുക്ക് എടുക്കാവുന്നതാണ്. വീഡിയോ ഓപ്ഷനിൽ നമുക്ക് അൾട്രാ വൈഡ് ആംഗിൾ ഓപ്ഷൻ കിട്ടുന്നതാണ്. ഫോട്ടോ മോഡിൽ പിന്നെ എന്തായാലും നമുക്ക് അൾട്രാ വൈഡ് മോഡ് കിട്ടും. പോർട്രേറ്റ് മോഡുണ്ട്, പിന്നെ ഒരു പാനോരാമ മോഡ്, പിന്നെ ഡെഡിക്കേറ്റഡ് നൈറ്റ് മോഡ്, പിന്നെ പ്രോ മോഡിൽ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഔട്ട് ഓഫ് ഫോക്കസ് ഏതാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ ഷട്ടർ സ്പീഡ് മാനുവലായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് പിന്നെ വൈഡ് ആംഗിളിലേക്ക് പിന്നെയും പോയതാണ്. പിന്നെ ഇവിടെ ISO വാല്യൂ നമുക്ക് മാനുവലായിട്ട് സെലക്ട് ചെയ്യാം. ISO 3200 വരെ പോകും. എക്സ്പോഷർ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ വൈറ്റ് ബാലൻസ് ഇവിടുന്ന് സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് തന്നെ നമുക്കിവിടെ മാനുവലായിട്ട് ഇതെല്ലാം സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ഓട്ടോയിലേക്ക് ഞാൻ തിരിച്ചു വെച്ചു. പിന്നെ നമുക്കിവിടെ ഓപ്ഷനുണ്ട് 1:1 16:9 4:3 റേഷ്യോയിലും നമുക്ക് വീഡിയോ എടുക്കാം. പിന്നെ ഫുൾ സ്ക്രീൻ ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഏതൊക്കെ ആക്സസറീസ് ആണ് കിട്ടുന്നത് സെപ്പറേറ്റ് ആയിട്ട് നമുക്കത് പർച്ചേസ് ചെയ്യേണ്ടി വരും, ഫോണിലൂടെ കിട്ടുന്നതല്ല. അതിനെപ്പറ്റി ഞാൻ വീണ്ടും ഒരു സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ കണ്ടത് ASUS ROG Phone 2ൻ്റെ ഒരു അൺബോക്സിംഗ് ആയിരുന്നു. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വരുന്നതാണ്. ഫോൺ ഇതുവരെ ലോഞ്ച് ആയിട്ടില്ല. അപ്പോൾ ഇന്ത്യൻ പ്രൈസ് അനൗൺസ്മെൻറ്റ് ഇനിയും ബാക്കിയാണ്. മൺഡേക്ക് 23-ാം തീയതിയാണ് ഇതിൻ്റെ പ്രൈസ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 22-ാം തീയതിയാണ്. പ്രൈസിങ് ഡീറ്റെയിൽസ് എനിക്ക് ഇതുവരെ അറിയില്ല. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസും ബാക്കി ഡീറ്റെയിൽസുമായിട്ട് വരുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ നൗ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.